സരസ്വതി മാത്യുവിന് എന്ത് പ്രായമുണ്ട്? നല്ല തികഞ്ഞ പ്രായം, 30, 32. നല്ല സ്റ്റൈൽ. കാണാൻ സുന്ദരിയാണോ? ആഹാ, വെളുത്ത് അല്ലല്ല, നല്ല ഓറഞ്ചിന്റെ നിറത്തില്, നല്ല സുന്ദരി. ചേട്ടൻ എവിടെയാണ് താമസിച്ചത്? ഞാൻ അവരുടെ ഒരു കിടക്കമുറിയില്. അവരുടെന്ന് വെച്ചാൽ അവരുടെ ബംഗ്ലാവിലെ. ഇനി എന്തൊക്കെ അറിയണം ചോദിച്ചോ. ഞാൻ എപ്പോഴാ ഉറങ്ങിയെന്നറിയണ്ടേ? ഞാൻ ഒറ്റയ്ക്കാണോ ഉറങ്ങിയതെന്നറിയണ്ടേ? ആഹാ, നമ്മുടെ പങ്കിയമ്മയ്ക്ക് വിവരമുണ്ട്. നമ്മൾ താമസിച്ചേ വരുള്ളെന്നറിയാം. നോക്കിയേ, വിളക്കെല്ലാം കൊളുത്തി വെച്ചിരിക്കുന്നു. എന്തോ അവരെ കാണുന്നില്ല. ആ ചേച്ചിയെ കാണുന്നില്ല. അവര് പുറത്തേക്ക് എങ്ങനെ ഇറങ്ങിയായിരിക്കും? അയ്യോ അല്ല, അവരുടെ പെട്ടിയും തുണിയും ഒന്നും കാണുന്നില്ല. അവര് പോയതാണ്. പോയോ? ഞാൻ നോക്കട്ടെ. പപ്പുണ്ണി, പങ്കിയമ്മയെ കാണാനില്ലെന്ന് ഗോമ പറഞ്ഞു, അതുകൊണ്ട് കയറിയതാ. അച്ഛാ, ചേച്ചിയെ കാണുന്നില്ല. ഞാൻ റോഡിലൊന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാം. വേണ്ട സാറേ, വേണ്ട. അവൾ ഇനി ഇവിടെ നിൽക്കുകയല്ല. എന്താ? സാറ് ഡാൻമീർ എസ്റ്റേറ്റിലെ മാനേജർ ആയതുകൊണ്ട് അവൾ ഭയന്ന് കാണും. അവൾക്ക് മാത്രമല്ല ഭയം, എനിക്കും സാറിനെ ഭയമാണ് സാർ. പപ്പുണ്ണി എന്തിനാ എന്നെ ഭയപ്പെടുന്നേ? സാർ, ഞാൻ കൊന്നത് സരസ്വതി കൊച്ചമ്മയുടെ ഭർത്താവിനെയാണ്. പപ്പുണ്ണി, നിങ്ങളെ മനുഷ്യനെന്തിനു കൊന്നു? രക്ഷിക്കാൻ വേണ്ടിയാണ് സാറേ മറ്റൊരുത്തെ കണ്ണീരുടുപ്പിക്കേണ്ടായിട്ട് വന്നത്. ഞാൻ പോകുന്നു. ചേട്ടാ, ഞങ്ങളിട്ടേച്ച് പോവാണോ? എന്റെ അച്ഛന്റെ ജീവൻ ചേട്ടന്റെ കയ്യിലാണ്. എനിക്ക് വേറെ ആരുമില്ല. നമുക്ക് പ്രിയങ്കരനായ മാത്യു നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. ആ നല്ലവന്റെ ആത്മാവ് നിത്യശാന്തി പ്രാപിക്കട്ടെ. മത്തായിച്ച, ഇന്നും നിനക്ക് തരാൻ ഞങ്ങൾ കുടിക്കയില്ല. ഇത് നിനക്കായി വേണം. മഴ പെയ്യുമോ? നിങ്ങളുടെ കാറിന് ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ? വെറും കാറ്റാണ്. വക്കീലെന്താ ഒന്ന് കഴിക്കാത്ത? എന്താ പ്രീമിയർ? ഞാൻ കഴിച്ചോളാം. ചിക്കൻ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. വയലെ കുക്കായി കിട്ടിയതിന് ശേഷമാണ് ഞാനിവിടെ സുഖമായ ആഹാരം കഴിക്കുന്നത്. സാറതൊക്കെ ചുമ്മാ. അവളെ അങ്ങ് വിട്ടേക്കണം മേനോൻ സാർ. പാടില്ല. അവൻ മാത്രം നമ്മുടെ കസ്റ്റഡിയിൽ ഇരുന്നാൽ പോരാ. അവൾ ഇരുന്നുകൊണ്ട് എന്നതാ പ്രയോജനം? നിങ്ങളുടെ ബംഗ്ലാവിലായതുകൊണ്ടായിരിക്കും സബാസ്റ്റിന് വിഷമം. അവളെ പറഞ്ഞുവിടുന്നതായിരിക്കും നല്ലത്. സദാന്റെ ഉറപ്പും അവളെ പറഞ്ഞുവിടുന്നു. സാധ്യമല്ല. എന്നതാ ഇരുന്നാട്ടെ. എന്നതാ ഈ കണക്കിൽ രണ്ടുപേരും ഇതാണ്. മേനോൻ എവിടെ പോകുന്നു? ഇങ്ങോട്ടിരിക്കും. ഇരിക്കുമെന്ന് തീർന്നു. കാക്കച്ചി, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരൂ. മിസ്റ്റർ രാമണി മേനോൻ, വാട്ട്? ഇങ്ങോട്ടൊന്ന് വരൂ. എന്താ വേണ്ടത്? ഈ സ്ത്രീയെ ഇനിയും ഒന്നും തല്ലാമോ? പ്രിഗോറിയൻ, ഞാൻ ക്ഷോഭിച്ചിട്ടില്ല സെബാസ്റ്റ്യൻ. ഈ സ്ത്രീയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നു. മേനോൻ പോയിരിക്കണം.
വക്കീൽ സാറെ, മത്തായിച്ചൻ പോയതോടെ നമ്മുടെ സ്നേഹബന്ധവും കുറയുകയാണ്. വൈലി, ഈ സ്ത്രീയെ കൊണ്ടുപോയി എന്റെ കാറിൽ കയറ്റു. എന്റെ പൊന്നു സാറേ, എന്റെ കെട്ടിയോനെ കൂടെ വിടണേ. അങ്ങർക്കൊന്നും അറിയത്തില്ല. ഇനിയും അങ്ങാരെ ദേഹത്തൊന്നും ഏൽപ്പിക്കല്ലേ. ശരി, നീ പോയി കാറിൽ കയറി. വൈലി, വിഷമിക്കുന്നു സുഭാഷ്. ഞാൻ നിയമം പഠിച്ചുപോയി. എത്ര വലിയവനായാലും നിയമം കയ്യിലെടുക്കരുത്. മിസ്റ്റർ മാത്യുവിന്റെ മരണത്തെപ്പറ്റി കാക്കച്ചിക്കും മുത്തപ്പനും അറിയാമെങ്കിൽ പോലീസുകാർ തെളിയിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനം ഉപേക്ഷിക്കും. ഒക്കെയില്ല. നിങ്ങൾ ബഹളം കൂട്ടരുത്. മിസ്റ്റർ പ്രീമിയറിൽ നിങ്ങൾ കുറെ കൂടി ശാന്തത പാലിക്കണം. മുത്തപ്പനെ ഞാൻ വീട്ടിൽ വിട്ടുകൊള്ളാം. നിങ്ങൾ ആ സ്ത്രീ കൊണ്ടുവിടും. ശരി, ഞാൻ കാരണം ബഹളം വേണ്ട. ഇനി മേലാൽ അവനെ ഉപദ്രവിക്കരുത്. കയറും. മൊത്തം ചോരയൊക്കെ തുടച്ചറിയും. മിസ്റ്റർ മേനോൻ, മുത്തപ്പനെ പറഞ്ഞു വിട്ടേക്ക്. വേണോ? പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ശരി, ഞാൻ തന്നെ അവനെ പുറത്തു കൊണ്ടുവിടാം. മുത്തപ്പ, 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 എഴുന്നേൽക്ക്. മുത്തപ്പ, എന്താണോ മിണ്ടാത്തത്? ഇനിയും ചവിട്ട് കൊള്ളോ? നിങ്ങൾ കൊല്ലിച്ചിട്ട് കാണാനാണ് നിൽക്കാൻ അല്ലേ? മുതലാളി ആരാ കൊന്നത്? പാവപ്പെട്ട തൊഴിലാളി ജീവനാണ് സമാധാനപ്പെട്ടത്. അതാ ഇത് ക്രൂരമായ കൊലപാതകമാണ്. എസ്റ്റേറ്റ് മുതലാളി മുതലാളി ഉത്തരവാദികൾ.